വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. പിന്നെയും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന നല്ല സഹവാസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്ന് കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായമാണ് നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 8-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, അത് 8-ാം അധ്യായം നാം ചിന്തിച്ചു. 9-ാം അധ്യായം നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നു. 10-ാം അധ്യായം നാം ഇന്ന് ചിന്തിച്ചു. അല്പം ഒന്ന് ഓർഡർ മാറ്റിയാണ് നാം ഈ ഭാഗം പഠിക്കാനായിട്ട് ചിന്തിച്ചത്. കാര്യം 8-ാം അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് 10-ാം അധ്യായത്തിലെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് 8-ന് ശേഷം നാം 10-ആണ് മെഡിറ്റേറ്റ് ചെയ്തത്. എന്നാൽ 9-ാം അധ്യായം ഇന്ന് പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങളെ എങ്ങനെ ആപ്ലിക്കേഷൻ സൈഡിൽ കൊണ്ടുവന്നു, എങ്ങനെയായിരുന്നു അവരുടെ നടുവിൽ പൗലോസ് ജീവിച്ചത്, തൻ്റെ റൈറ്റ്സ് ഒക്കെ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് എങ്ങനെ അത് പ്രയോജനമാക്കി തീർത്തു, അതിനെ എങ്ങനെ താൻ ഗിവപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് 9-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഇപ്പോൾ അതിനകത്ത് ഒരു 3 പാർട്ടായിട്ട് ഇതിനെ തിരിച്ചാൽ, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് 3 മേജർ മൂവ്മെൻ്റ് ആണ് ഈ 9-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഒന്ന്, പൗലോസിൻ്റെ റൈറ്റ്സ് ആസ് ആൻ അപ്പോസ്റ്റോൾ. അപ്പോസ്തലൻ എന്നുള്ള രീതിയിൽ പൗലോസിനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നാമത്തെ ഭാഗത്തിൽ നാം കാണുന്നു. രണ്ടാമത്തെ ഭാഗത്തിൽ താൻ വോളണ്ടിയറിലായിട്ട് ആ കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. മൂന്നാമത്, എങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എവിടെ തുടങ്ങി, ഏത് രീതിയിൽ, എവിടെ നിന്ന് ദൈവം നമ്മളെ വിളിച്ചു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് നാം എങ്ങനെ ഇത് ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപ്പോസ്തലൻ ഈ ലേഖനങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ കൊരിന്ത്യ സഭയും ഇന്ന് പുതിയ നിയമസഭയും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ലോകം അതിൻ്റെ അന്ത്യത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് ഇന്നലെ നാം ചിന്തിച്ചു, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവസഭ എങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തണം, നമുക്ക് എങ്ങനെ ഈ ഓട്ടം നല്ല രീതിയിൽ എൻഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതൊക്കെ ആയിരിക്കണം ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ശരിയാണ്, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അതൊക്കെ പലതരത്തിൽ ഉള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നാം ലോകത്തിൽ നിന്ന് കേൾക്കും. പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ്, പലതരത്തിലുള്ള നോയ്സ് ഒക്കെ നാം നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ ശ്രവിക്കുമ്പോൾ അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ നാം എങ്ങനെയായിരിക്കണം, ഏതൊക്കെ തരത്തിലുള്ള ചലഞ്ചസ് ആണ് ഒരു ദൈവ പൈതൽ അനുഭവിക്കുവാനായിട്ട് സാധ്യതയുള്ളത്, അവിടെയൊക്കെ എങ്ങനെ ജയിക്കണം. അപ്പോൾ ഈ 8-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലുമൊക്കെ പൗലോസ് തൻ്റെ അഭിപ്രായം തിയോളജിക്കലായിട്ടും തൻ്റെ പാസ്റ്റോറിയൽ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ കൊടുത്തതിന് ശേഷം തൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഈ 9-ാമത്തെ അധ്യായത്തിൽ താൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒരു 5 തരം തിരിച്ചാൽ, ഫസ്റ്റ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ഹിസ് ജെന്യൂൻ റൈറ്റ്സ്, ദ റിയൽ റൈറ്റ്സ്, താനൊരു ജെന്യൂൻ അപ്പോസ്റ്റലാണെന്നുള്ള കാര്യം താൻ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 7 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ ഒരു 5 ആർഗ്യുമെൻറ്റ്സ് പഴയ നിയമത്തിൽ നിന്ന് പല എക്സാമ്പിൾസ് വെച്ചിട്ട് പൗലോസ് തനിക്ക് ദ റൈറ്റ് ടു ബി സപ്പോർട്ടഡ്, എന്തുകൊണ്ട് ചർച്ച് തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് പല എക്സാമ്പിൾസ്, പഴയ നിയമത്തിൽ നിന്നല്ല, അന്നത്തെ സാഹചര്യത്തിൽ പല എക്സാമ്പിൾസ്, ഒന്ന് സോൾജിയേഴ്സ്, ഫാർമേഴ്സ്, പിന്നെ ടെമ്പിൾ അവിടെ ജോലി ചെയ്യുന്നവരെ, പിന്നെ സ്ക്രിപ്ചറിലുള്ള എക്സാമ്പിൾ ഒക്കെ പ്രൂവ് ചെയ്യുന്നത് ദൈവദാസന്മാരെ ദൈവസഭ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു വിഷയമാണ്. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, യെസ്, ഐ ഹാവ് ദീസ് റൈറ്റ്സ് ബട്ട് ഡെലിബറേറ്റ്ലി ഡോണ്ട് യൂസ് ദം. ഇതാണ് ഇതിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദ ചാപ്റ്റർ. അതിനുശേഷം 4-ാമത്തെ സെഷൻ 19 മുതൽ 20 വരെ നാം നോക്കുമ്പോൾ കാണുന്നത് പൗലോസിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഫ്രീഡം ടു ബിക്കം ഓൾ തിങ്സ്.
ഒരുപാട് പേരെ നേടേണ്ടതിന് എല്ലാവർക്കും താൻ എല്ലാമായി. അതാണ് ആ ഭാഗത്തിൽ നാം കാണുന്നത്. അതിൻ്റെ ലാസ്റ്റ് സെഷൻ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് നമുക്ക് സമയം ലഭിക്കുവാണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ചാപ്റ്റർ എൻഡ്സ് വിത്ത് യു വിത്ത് എ പേഴ്സണൽ ഡിസിപ്ലിൻ, എങ്ങനെയാണ് പേഴ്സണലായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നത് ഈ ഓട്ടം തികയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്, ഈ ഓട്ടം നന്നായി തികയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്, ബിരുദ പ്രാപിക്കുന്ന രീതിയിൽ ഓടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെല്ലാം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 സെഷൻസ് ആണ് ഈ 9ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. വളരെ 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 ആഴത്തിലുള്ള തോട്ട്സുകൾ നമ്മുടെ ജീവിതത്തിൽ ഇത് ആപ്ലിക്കേഷൻ സൈഡിൽ കൊണ്ടുവരാൻ പറ്റുന്ന അനേക ചിന്തകൾ ഈ അധ്യായങ്ങളിലുണ്ട്. ഇതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ സ്വതന്ത്രനല്ലയോ? ഞാൻ അപ്പൊസ്തലനല്ലയോ? നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ? കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ? മറ്റുള്ളവർക്ക് ഞാൻ അപ്പൊസ്തലൻ അല്ലെന്നു വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്കാകുന്നു. കർത്താവിൽ എൻ്റെ അപ്പൊസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. അപ്പൊ ഇവിടെ പൗലോസ് ഇത്രയും ഈ സഭ സ്ഥാപിച്ചു, അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പൗലോസ് നേരിടുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത്. തൻ്റെ അപ്പോസ്തോലികത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമൂഹം. കാര്യം അവര് മറ്റ് സൂപ്പർ അപ്പോസ്റ്റൽസിനുമായിട്ട് അവരുടെ ഇൻഫ്ലുവൻസിൽ ഈ ജനം പൗലോസിൽ നിന്ന് മാറി പൗലോസ് റിയലായിട്ട് ഒരു അപ്പോസ്തോലനാണോ എന്നുള്ള ഒരു സംശയം ഈ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായി. അപ്പം അതിനുള്ള പൗലോസിൻ്റെ റെസ്പോൺസാണ് 4 ചോദ്യങ്ങളാണ് താൻ അവിടെ ചോദിക്കുന്നത്. അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ദൈവസഭയിലും പലതരത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, നിങ്ങളെ ദൈവം വിളിച്ചതാണോ, ഈ വേലയെ ദൈവം നിങ്ങളെ കണ്ടതാണോ എന്നൊക്കെയുള്ള അനേക ചലഞ്ചസ് നമ്മുടെ ലൈഫിലും ശുശ്രൂഷയിൽ നിൽക്കുന്നവർ പ്രത്യേകിച്ചും അവരുടെ ലൈഫിലൊക്കെ ഇങ്ങനെയുള്ള ചലഞ്ചസ് ഉണ്ടാകും. അപ്പോഴവിടെ ഒരു കാര്യം പൗലോസ് പറയുന്നത്, പൗലോസ് ഒരിക്കലും അതിനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. പൗലോസ് തൻ്റെ പൊസിഷൻ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 4 ചോദ്യങ്ങളാണ് പൗലോസ് അവിടെ ചോദിക്കുന്നത്. ആം ഐ നോട്ട് ഫ്രീ? ഇപ്പം പൗലോസിൻ്റെ ഫ്രീഡം ഇവിടെ ഒരു മെയിനായിട്ടുള്ള ഒരു തീമായിരുന്നല്ലോ 8ാമത്തെ അധ്യായത്തിലും. നോളജ്, ഫ്രീഡം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. ഇപ്പോൾ പൗലോസ് പറയുന്നു, ആം ഐ നോട്ട് ഫ്രീ? എനിക്ക് സ്വാതന്ത്ര്യമില്ലയോ? കാര്യം കർത്താവിൽ ഞാൻ സ്വതന്ത്രനാണ്. കാര്യം ഈ മോശയുടെ ന്യായപ്രമാണം പൗലോസിൻ്റെ രീതിയിൽ ആപ്ലിക്കബിൾ അല്ല. പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിൽ സ്വതന്ത്രനാണ്. കാര്യം ഇന്ന് പലരും പല ന്യായപ്രമാണങ്ങൾ വെച്ചിട്ടാണ് ജനത്തെ വിധിക്കുന്നത്. പക്ഷെ പൗലോസിന് തൻ്റെ ഹൃദയത്തിൽ വളരെ വ്യക്തതയുണ്ടായിരുന്നു, ഞാൻ സ്വതന്ത്രനാണ്. 2ാമത്തെ ചോദ്യം അവർ ചോദിച്ചത്, ആം ഐ നോട്ട് ആൻ അപ്പോസ്റ്റൽ? ഇത് പൗലോസ് ചോദിച്ച ചോദ്യമാണ്. ഞാൻ അപ്പോസ്തലനല്ലയോ? അത് വളരെ ഡയറക്റ്റായിട്ട് ബോൾഡായിട്ട് പൗലോസ് ചോദിക്കുന്നു. കാര്യം എന്താണ് ഇവരിത് ചോദിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, മറ്റ് അപ്പോസ്തലന്മാർ പലരും ദൈവസഭയാൽ സപ്പോർട്ട് ചെയ്യപ്പെട്ടവരായിരുന്നു. എന്നാൽ പൗലോസിൻ്റെ കേസിൽ പൗലോസ് സ്വന്തമായി അധ്വാനിച്ച് താൻ മിനിസ്ട്രി ചെയ്യുമായിരുന്നു. അത് പലപ്പോഴും മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ കുറ്റം പറയാനുള്ളവർക്ക് എല്ലാം കുറ്റമായിട്ട് കാണുമല്ലോ, അവർക്ക് അത് ഒരു 2ാം നിലവാരത്തിലുള്ള ഒരു അപ്പോസ്തലൻ എന്നുള്ള രീതിയിൽ പൗലോസിനെ കൺസിഡർ ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. പിന്നെ 3ാമത് പറയുന്നു, ഹാവ് ഐ നോട്ട് സീൻ ജീസസ് അവർ ലോർഡ്? നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ അത് നാം ചിന്തിച്ചതാണ്. പൗലോസ് ക്രിസ്തുവിനെ കണ്ടതാണ്. അങ്ങനെയാണ് പൗലോസിൻ്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ആ കൂട്ടത്തിൽ അങ്ങനെയും ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഡിസ്ക്രിമിനേഷൻ ഇങ്ങനെയായിരുന്നു, മറ്റ് അപ്പോസ്തലന്മാരെല്ലാം യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൽ നിന്ന് കേട്ടു പഠിച്ച അപ്പോസ്തലന്മാരാണ്. എന്നാൽ പൗലോസിൻ്റെ കേസ് പറയുമ്പോൾ പൗലോസ് യേശുവിൻ്റെ മരണത്തിന് ശേഷമാണ് പൗലോസ് രക്ഷയിലേക്ക് വരുന്നത്. അപ്പോൾ പൗലോസിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൗലോസ് ആ ഒരു വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്
നമുക്ക് അവിടെ കാണാം. പിന്നെ മൂന്നാമത്തെ ഒരു ചോദ്യം പൗലോസ് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട്, ആർ യു നോട്ട് ദ റിസൾട്ട് ഓഫ് മൈ വർക്ക്? നിങ്ങൾ എൻ്റെ വേലയുടെ റിസൾട്ട് അല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കർത്താവിൽ ചെയ്ത വേലയുടെ പ്രതിഫലമല്ലയോ? ഈ 4 കാര്യങ്ങൾ പൗലോസ് തന്നെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രാൻസ്ഫോംഡ് ലൈഫ്. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണ് കർത്താവിലേക്ക് അനേകരെ കൊണ്ടുവരുവാനും അനേകരെ ശിഷ്യരാക്കുവാൻ വേണ്ടിയിട്ടുമാണ് ദൈവം നമ്മളെ വിളിച്ചത്. ആ ഒരു പോയിന്റാണ് പൗലോസ് പറയുന്നത്. ഈ ട്രാൻസ്ഫോംഡ് ലൈഫ് ഓഫ് കൊരിന്ത്യൻസ്, അതാണ് പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു ക്രെഡൻഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ പാസ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ക്രെഡൻഷ്യൽസ് ഉണ്ട്. അവർക്ക് ലൈസൻസ് വേണം ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ പാസ്റ്റർ ആയിരിക്കണമെങ്കിൽ. ഇതുപോലെ പൗലോസ് ഇവിടെ പറയുന്ന എൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്, നിങ്ങളുടെ സാക്ഷ്യമാണ്, നിങ്ങൾ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ ഏത് ദൈവദാസന്മാരുടെയും വലിയൊരു ചലഞ്ച് ഉള്ള ജനത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണം. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കൊട്ടിപ്പാടി അങ്ങ് പോകുന്നവരായിട്ടല്ല, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ജനത്തിൻ്റെ ഒരു എഡിഫിക്കേഷനും ട്രാൻസ്ഫോർമേഷനുമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു പാസ്റ്റേഴ്സൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരുന്ന ഒരു വിഷയം അതാണ്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത്. എൻ്റെ ക്രെഡൻഷ്യൽ, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നു, നിങ്ങളൊരു അപ്പോസ്തലനാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ ജീവിതം തന്നെയാണ്. ഹല്ലേലൂയ. എത്ര ദൈവദാസന്മാർക്ക് അങ്ങനെ പറയുവാനായിട്ട് കഴിയും? പല ദൈവദാസന്മാരെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്പേഴ്സിനെ വെച്ചിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ ഇവിടെ വന്നു, ഇത്രയും പേരെ ഉള്ളായിരുന്നു എന്നൊക്കെ നമുക്ക് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പറയാറുള്ളൂ, ഇവിടെ വന്ന ഇത്രയും പേരിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് കണ്ട് ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു കാര്യമായിരിക്കും. നമ്മുടെ ചർച്ചിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു പ്രൈസ് പോയിന്റ് അതായിട്ട് മാറട്ടെ. നമ്പേഴ്സിനേക്കാൾ കൂടുതൽ, നമ്പേഴ്സ് വേണ്ടെന്നല്ല, നമ്പേഴ്സ് വേണം, ഉറപ്പായിട്ടും വേണം. പക്ഷെ അതിലും ഉപരിയായിട്ട് വരുന്ന ജനത്തിനൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ക്ലബ്ബ് പോലെയായി മാറും. നമ്മൾ വരുന്നു, കൂടി വരുന്നു, സന്തോഷിക്കുന്നു, പോകുന്നു. ഫെലോഷിപ്പ് അത് മാത്രം തീരുന്നതല്ല. ഓരോ പ്രാവശ്യവും നാം കടന്നു വരുമ്പോൾ അവിടെ ദൈവവചനമുണ്ട്, സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്. എന്തിനാ ഇതൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷന് ഇടയാകട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു: തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായൊരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അല്ല, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? ഇവിടെ പൗലോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ഭാഗം ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുകയാണ്. ഒരു ലോയർ എങ്ങനെ തൻ്റെ ഭാഗം ഡിഫെൻഡ് ചെയ്യുന്നു, അതുപോലെ പൗലോസ് ഇവിടെ തൻ്റെ ഭാഗം ഡിഫെൻഡ് ചെയ്യുകയാണ്. ഇവിടെ 3 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അധികാരമല്ലേ? ഒന്ന് മെയിനായിട്ട് പറയുന്നത് ഫൈനാൻഷ്യൽ സപ്പോർട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവസഭയിൽ നിന്ന് പൗലോസ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും തൻ്റെ ഇൻ ജനറൽ ചർച്ചിൻ്റെ സപ്പോർട്ടഡ് അല്ലായിരുന്നു. ജോലി ചെയ്തിട്ടായിരുന്നു ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നത്. ജോലി ചെയ്തിട്ടാണ് തൻ്റെ നോർമലായിട്ട് ദിവസങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്നത്, എനിക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചർച്ചിൽ നിന്ന് അല്ലെങ്കിൽ വാങ്ങുവാനുള്ള റൈറ്റ് ഉണ്ട്. ഉള്ളൊരു ലീഗൽ ഡിഫൻസ് ആയിട്ട് പറയുകയാണ്. കാര്യം മറ്റുള്ളവർ പലപ്പോഴും അങ്ങനെയാണ്. ഹിസ് ക്രിറ്റിക്സ് വർ ക്വസ്റ്റ്യൻ വെദർ ഹി വാസ് ട്രൂലി അപ്പോസ്റ്റോലിക്. കാര്യം താൻ ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു സെക്കൻഡ് കാറ്റഗറി ആയിട്ട് പലരും കണ്ടു. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, എനിക്ക് ചർച്ചിൽ നിന്ന് ഈ സപ്പോർട്ട് ലഭിക്കുവാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്.
അതോടൊപ്പം തന്നെ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വിവാഹം കഴിക്കുവാനായിട്ട്, ബിലീവറായിട്ടുള്ള ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കുവാനായിട്ടും എനിക്ക് അധികാരമുണ്ട്. പിന്നെ പറയുന്നത് ബർണബാസ് ഞാനും വേല ചെയ്ത് മാത്രം അല്ല, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർണബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പലപ്പോഴും ചർച്ചിലും ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ്. ഈ പൗലോസിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഞാനും ജോലിയോടുകൂടെ കർത്താവിനെ സേവിക്കുകയും മിനിസ്ട്രി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ട് അത് തരത്തിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് പൗലോസ് ഈ തൻ്റെ ഫൈനാൻഷ്യൽ സപ്പോർട്ടിനെ കുറിച്ചും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. വെളിയിൽ നിൽക്കുന്ന പലർക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ വ്യക്തത കാണത്തില്ല. എന്നാൽ ദൈവദാസന്മാരെ എങ്ങനെ മാനിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. കാര്യം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ താൻ പിന്നെയും എഴുതിയിരിക്കുന്ന സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവർ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാർ. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നു ഇതിനകത്ത്. ഒന്ന്, യുദ്ധസേവ സ്വന്തം ചെലവിൽ ചെയ്യുന്നത് ആര്? നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ ഒരുപാട് പേരിപ്പം മിലിറ്ററിയിലൊക്കെ ജോലിയുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ രാജ്യത്തെക്കുറിച്ച് ഭയങ്കര സ്നേഹവും ഭയങ്കര ശീലവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആരെങ്കിലും സ്വന്തം പൈസ കൊണ്ട് പട്ടാളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നവരായിട്ട് ആരെങ്കിലും അറിയാമെങ്കിൽ അങ്ങനെയുള്ളവരാരും കാണത്തില്ല, അല്ലേ? അവരൊക്കെ സാലറീഡ് ആണ്. പക്ഷേ സാലറീഡ് ആയാൽ പോലും അവർക്ക് രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ് അവർ ആ ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഉദാഹരണം പൗലോസ് ഇവിടെ എടുത്തത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നത് ആര്? ഒരു കൃഷിക്കാരൻ തൻ്റെ കൂലിക്ക് അല്ലെങ്കിൽ കൃഷിക്കാരൻ താൻ ഉണ്ടാക്കുന്ന എന്ത് തന്നെയാണെങ്കിലും അത് അനുഭവിക്കുവാനായിട്ട് യോഗ്യനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതിനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ കൃഷിക്കാരനാണ് അത് അനുഭവിക്കേണ്ടത്, ആദ്യമായിട്ട് അനുഭവിക്കേണ്ടത്. ഇതും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ പൗലോസ് ഉദാഹരണമായിട്ട് പറയുന്നു. എന്നിട്ട് 3-ാമത്തെ കാര്യം പറയുന്നു, മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അത് അനുഭവിക്കാത്തത് ആര്? പിന്നെ 3-ാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആര്? ഈ 3 കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചിന്തിച്ചത്, ഡ്യൂട്രോണമി 25:4 താൻ ഇവിടെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടരുത് എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു, അല്ലയോ? അപ്പോൾ ഈ ന്യായപ്രമാണവും പൗലോസ് കോട്ട് ചെയ്ത് പറയുന്നു, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടരുത്. എന്താണ് മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കോട്ട കെട്ടരുതെന്ന് പറഞ്ഞാൽ, കാള മെതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വയലിൽ നിന്ന് അതിന് കഴിക്കുവാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഉഴുതു മറിക്കുന്ന സമയത്ത് അത് കാര്യം നല്ല നല്ല ഹാർഡായിട്ടുള്ളൊരു ജോബാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഈ വയലിലുള്ളത് അതിന് കഴിക്കണമെങ്കിൽ വിശന്നാൽ കഴിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇത് ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ, ഈ ന്യായപ്രമാണം എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ, ഈ കാളയെക്കുറിച്ചുള്ള കൺസേൺ കൊണ്ടാണോ, അതോ ഈ മൃഗങ്ങളെക്കുറിച്ച് പോലും വളരെ വ്യക്തമായിട്ട് ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവിക സിൻസിയറായിട്ട് ദൈവത്തെ സേവിക്കുന്നവരെ കുറിച്ച് ദൈവവചനം എത്ര കൺസേൺ ആണ്, അല്ലെങ്കിൽ ദൈവം എത്ര കൺസേൺ ആണ് എന്നുള്ളൊരു ചോദ്യം ഞാൻ കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാര്യം കർത്താവിനെ നാം സേവിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ലോകപ്രകാരം പലപ്പോഴും നമുക്ക് കിട്ടുന്ന പ്രതിഫലമൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം, അല്ലെങ്കിൽ ദൈവം അത് ഒരിക്കലും കാണാതെ പോകുന്ന ഒരു ദൈവമല്ല. കാര്യം കാളയെക്കുറിച്ച് ഓർത്തെങ്കിൽ, കാളയ്ക്ക് ഭക്ഷിക്കുവാനുള്ളത് പ്രൊവൈഡ് ചെയ്യണമെന്ന് ദൈവം ഓർത്തെങ്കിൽ,
അതൊരു കൃഷിക്കാരന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന കാളയെ പോലും കൺസിഡർ ചെയ്യുന്ന ഒരു ദൈവം ഈ കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നവരെ എത്രത്തോളം കൺസിഡർ ചെയ്യുമെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത്. ഹല്ലേലൂയ. വളരെ സന്തോഷം തോന്നിയ ഒരു ചിന്തയാണ് ആ ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നത്. മുന്നോട്ട് പോകാം. പതിനാലാമത്തെ വാക്യം. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ കാര്യം 13ാമത്തെ വാക്യത്തിൽ 13 തൊട്ട് വായിച്ചു. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തിങ്കൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാരാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് പൗലോസ് സ്ഥാപിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ അതിന് അർഹരാണ്. അതിന് ഉപജീവന മാർഗം അവർക്ക് അതിനകത്തുനിന്ന് ലഭിക്കുവാൻ, അതിനകത്തുനിന്ന് സ്വീകരിക്കുവാൻ അവർക്ക് യോഗ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ യാഗപീഠത്തിലെ വഴിപാടുകൾ ഓഹരി ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ അവരെ അതുകൊണ്ട് ആ രീതിയിൽ കൺസിഡർ ചെയ്യണമെന്നുള്ള കാര്യം പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 15ാമത്തെ വാക്യം തൊട്ട് വായിച്ചു. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്ക തന്നെ എനിക്ക് നല്ലത്. ഇവിടെ ചിന്തിച്ച ഒരു വലിയ, ഇത്രയും നേരം പറഞ്ഞു വന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് പൗലോസ് 15ാം വാക്യം തൊട്ട് പറയുന്നത്. ഇതൊക്കെ ആണെങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. പൗലോസ് ആദ്യം തൻ്റെ റൈറ്റ് ഒക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതിനുശേഷം പറയാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇതൊന്നും പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാനിത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത്. ഹല്ലേലൂയ. കാര്യം പൗലോസ് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇതാണ് പൗലോസിനെ മുന്നോട്ട് നയിച്ച ഒരു ചിന്ത. കാര്യം ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനാൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, നാം യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ അകത്ത് എപ്പോഴും ഈ ഒരു കമ്പൽഷൻ കിടക്കും. സുവിശേഷം അറിയിക്കുവാനുള്ള വലിയൊരു താല്പര്യം ആരും പറയാതെ തന്നെ നമ്മളെ ഡ്രൈവ് ചെയ്യുവാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഐ വുഡ് റാദർ ഡൈ. ഹല്ലേലൂയ. കാര്യം അതുപോലെ തന്നെ പുള്ളി പറയുകയാണ്, എൻ്റെ റൈറ്റ്സ് ഒന്നും ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അത് വോളണ്ടറിലി ചെയ്ത ഒരു കാര്യമാണ്. തൻ്റെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റൈറ്റ്സ് എല്ലാം ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പൗലോസ് മാറ്റിവെച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഇതൊന്നും ഒരു ബാരിയർ ആകല്ലെന്ന് വിചാരിച്ചിട്ടാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കുകയായിരുന്നു, പൗലോസിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ കൂടാരപ്പണിയാണ്. എന്നുവെച്ചാൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇതിൻ്റെ കൂടെയാണ് പൗലോസ് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രം എഫർട്ട് താൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നാം മനസ്സിലാക്കണം. അപ്പം ഇത്രയും ഒക്കെ ചെയ്തിട്ടും തൻ്റെ അകത്ത് ഇന്നും നിൽക്കുന്ന ഒരു കാര്യം, തന്നാൽ ദൈവസഭയ്ക്ക് ഒരു ഭാരമായി തീരരുത്, എന്നാൽ ആവോളം ഈ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടണം. ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓ ടു മീ ഇഫ് ഐ ഡു നോട്ട് പ്രീച്ച്. അതൊരു കമ്പൽഷനാണ്. അതൊരു ഓപ്ഷണലല്ല. അത് പൗലോസ് പറയാണ്, ഇതില്ലെങ്കിൽ എൻ്റെ അസ്ഥികൾ മരവിച്ചു പോകും. കാര്യം ഇതെൻ്റെ അത്രയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഒരു ബോധ്യമാണ് സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുവാനായിട്ടുള്ളത്. then what then is my reward? Hallelujah. അപ്പം പൗലോസ് പറയുന്നു, that preaching the gospel I may offer it free of charge. കാര്യം എനിക്ക് ലഭിക്കുന്ന റിവാർഡ്
ആം, ആം, പൗലോസ് പറയുന്നത് ഇത് സ്വർഗത്തിൽ നിന്നാണ് എൻ്റെ റിവാർഡ് ലഭിക്കുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എത്രത്തോളം സുവിശേഷത്തെക്കുറിച്ച് നമ്മുടെ അകത്ത് ഈ ഒരു നിർബന്ധം കിടക്കുന്നു, ഇങ്ങനെ ഒരു ബോധ്യം കിടക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം, ഞാൻ ഇത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിൽ എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നു അത്രേ. പൗലോസ് പറയുന്നത് ഇതെല്ലാം ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുകയാണ്, ഞാൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു. എന്നാൽ ഇത് കണ്ട് പൗലോസിനെ കുറ്റം പറയുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. അവരെയാണ് ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. 13 തൊട്ട് 19 തൊട്ട് 20-23 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ പോലെയായി. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു തോട്ട്, ഫ്രീ ഫ്രം ഓൾ ബട്ട് സ്ലേവ് ടു ഓൾ. ഫ്രീ ഫ്രം ഓൾ ബട്ട് സ്ലേവ് ടു ഓൾ. പൗലോസ് പറയുന്നത് ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് യാതൊരു വിധമായ നിർബന്ധവും എൻ്റെ മേലില്ല, സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധമല്ലാതെ. മറ്റ് ന്യായപ്രമാണത്തിൻ്റെ രീതിയിലുള്ള നിർബന്ധങ്ങളൊന്നും എൻ്റെ മേലില്ല. പക്ഷേ ഞാൻ എല്ലാവർക്കും സ്ലേവ് ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും നേടേണ്ടതിന് ഞാൻ ഓരോരുത്തരെ പോലെ ആകുവാനായിട്ട് ഇടയായി. ഇതൊരിക്കലും ഒരുപാട് മിസ്കോട്ടഡ് ആയിട്ടുള്ള ഒരു വേർഡാണ്. പലപ്പോഴും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു വേർഡാണ്. പാപികളുടെ കൂടെ ആയിപ്പോയെന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. യഹൂദനെ നേടേണ്ടതിന് യഹൂദന്മാരുടെ കൂടെ യഹൂദന്മാരുടെ കസ്റ്റംസ് എല്ലാം ഫോളോ ചെയ്ത് പൗലോസ് അവരുടെ കൂടെ അവരെ നേടുവാനായിട്ടിടയായി. To those who are under the law observed people, he honored the framework of the law and അവരെ നേടേണ്ടതിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ പൗലോസ് ആയി. മൂന്നാമത് ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നു, നിയമമില്ലാത്തവരെ, ജെൻറ്റൈലായിട്ടുള്ളവരെ, അവരുടെ മേൽ അധികം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാതെ, അവരെ തോറയൊന്നും പഠിപ്പിക്കാതെ അവരുടെ കൂടെ പൗലോസായി അവരെ നേടേണ്ടതിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ കോറായിട്ടുള്ള മർമ്മങ്ങൾ ജാതികളെ പഠിപ്പിച്ച് അവരെ നേടേണ്ടതിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ പൗലോസ് ആകുവാനായിട്ടിടയായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നാം ചിന്തിച്ചതുപോലെ വീക്കായിട്ടുള്ള, അങ്ങനെ സെൻസിബിളായിട്ടുള്ള സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരെ നേടേണ്ടതിന് വേണ്ടിയിട്ട്, വീക്കായിട്ടുള്ള സെൻസിറ്റീവ് കോൺഷ്യസ് ഉള്ള ആൾക്കാരെ നേടേണ്ടതിന് വേണ്ടിയിട്ട് അവരുടെ ഫുഡ് ക്രമീകരണങ്ങളൊക്കെ ഫോളോ ചെയ്യുവാനായിട്ടിടയായി. അപ്പം ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇവാഞ്ചലിസം എന്തിനു വേണ്ടിയിട്ടാണ്? ഇവാഞ്ചലിസം ഈസ് ദ സ്പിരിറ്റ് ലെഡ് ഫ്ലെക്സിബിലിറ്റി. മറ്റുള്ളവരെ നേടേണ്ടതിന് വേണ്ടി അവരെ പോലെ ആയ ഒരു പൗലോസ് എന്ന് പറഞ്ഞാൽ പാപികളെ നേടേണ്ടതിന് പാപികളുടെ കൂടെ പോയെന്നല്ല അതിൻ്റെ അർത്ഥം. മറ്റുള്ളവരുടെ കൾച്ചർ ഏതൊക്കെയാണ്, കസ്റ്റംസ് ഫോളോ ചെയ്യണം, അവരുടെ കൂടെ അവരെ നേടേണ്ടതിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റി തനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ നാം പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമുക്കൊരുപാട് റൈറ്റ്സ് ഉണ്ട്, നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലും വളരെ കെയർഫുള്ളായിട്ട് മറ്റുള്ളവരെ നേടണമെന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ റൈറ്റ്സും നമ്മൾ എക്സസൈസ് ചെയ്യത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് കോംപ്രമൈസ് ചെയ്യുവാനായിട്ട്, പലരെയും ടോളറേറ്റ് ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ സാധിക്കും. 24-25 വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ.
അന്ന് ആ കൊരിന്തിൽ നടന്നിരുന്ന ഈ ഗ്രീക്കിൽ നടന്ന ഒളിമ്പിക്സിന് തുല്യമായ ഒരു ഗെയിം അവിടെ നടന്നിരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലം വെച്ചിട്ടാണ് ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ രണ്ട് ചിന്തകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച്. രണ്ട്, അതിന് വേണ്ട ഒരു സ്പിരിറ്റ്. ഇവിടെ പറയുന്നു, ഇന്ന് ഒളിമ്പിക്സിലൊക്കെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ ഉണ്ട്. എന്നാൽ അന്ന് ഒരൊറ്റ പ്രൈസേ ഉള്ളൂ. അത് ആർക്കാ ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഓടി വരുന്ന ഒരാൾക്ക് മാത്രമേ അന്ന് പ്രൈസ് ലഭിക്കത്തുള്ളൂ. അപ്പൊ ആ പ്രൈസ് ലഭിക്കണമെങ്കിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ, ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടാകാതെ, അത്രയ്ക്ക് കെയർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ട്രെയിനിങ്ങിലൂടെ പോയി ഓടിയെങ്കിൽ മാത്രമേ ആ ഫസ്റ്റ് പ്രൈസ് കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നിത്യതയിൽ ചെല്ലുമ്പോൾ ഒരാൾ മാത്രമേ നിത്യതയിൽ ചെല്ലത്തോളം അല്ല ഇതിന്റെ അർത്ഥം. ആ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ അകത്ത് വേണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഓടുമ്പോൾ അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ല ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അല്ല ഇപ്പം 2 മീറ്റിംഗ് പോയാലും കുഴപ്പമില്ല, ഇങ്ങനെ അല്ലെ നമുക്കിപ്പം ഇന്ന കാര്യത്തിൽ ഇച്ചിരി കോംപ്രമൈസ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറി നമ്മുടെ ജീവിതത്തിൽ ഓടുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് അതിനെ കാണണമെന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ്, ഈ ഓട്ടത്തെക്കുറിച്ചുള്ള മൈൻഡ് സെറ്റ്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള മൈൻഡ് സെറ്റ്, ഈ അന്ത്യകാലത്ത് നാം ആയിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതൊക്കെ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഇപ്പൊ എന്തുമാത്രം നമ്മുടെ മൈൻഡ് സെറ്റ് മാറണമെന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പാനിക് ആകണമെന്നല്ല പറഞ്ഞത്, നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറണം. കാര്യം അന്ത്യകാലമാണ്. അപ്പോൾ ആ ഓട്ടത്തിൽ ഒരാൾക്ക് മാത്രമേ ജയിക്കുവാൻ കഴിയുന്നുള്ളെങ്കിൽ ഞാൻ എന്തുമാത്രം കെയർഫുള്ളായിട്ട് ട്രെയിനിങ്ങിലൂടെ പോയി ഓടിയെങ്കിൽ മാത്രമേ ഈ ഓട്ടം പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഒരു ചിന്ത. രണ്ടാമതൊരു ചിന്ത, ക്രൗൺ ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. ഈ ഓട്ടത്തിന്, ഈ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉദാഹരണത്തിന്റെ ഓട്ടത്തിന്, ഈ ഓട്ടം ഓടണമെങ്കിൽ ഇതിനകത്ത് ഓടാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ അത്ലറ്റ് അത് ഒരു 10-12 മാസമെങ്കിലും കുറഞ്ഞത് മിനിമം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ പോയിട്ടാണ് ഇവർ ഈ ഓട്ടം ഓടുന്നത്. അപ്പൊ ഇങ്ങനെ ഓട്ടം ഓടി മറ്റുള്ളവരെ തോൽപ്പിച്ചു ഇവർ 1ാം സ്ഥാനത്ത് എത്തിയാണ്. അവർക്ക് ലഭിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ കിരീടമാണ്, ഈ ഇല കൊണ്ടുണ്ടാക്കിയ ഈ കിരീടം. ഇത് ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ ഈ കിരീടമൊക്കെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ ഷോക്കേസിൽ വെച്ച് കഴിയുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ കിരീടത്തിൻ്റെ ഇതൊക്കെ കളറൊക്കെ മാറി തുടങ്ങും. ആദ്യം പച്ചയായിരുന്നു, പിന്നെ മഞ്ഞയാവും, പിന്നെ കറുപ്പാവും, പിന്നെ ഇലയൊന്നും ഇല്ലാതായി മാറും. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ കിരീടത്തിന്റെ കാര്യം ആകെപ്പാടെ പോയി. ഈ 12 മാസം അധ്വാനിച്ച കിരീടം 10 ദിവസം കൊണ്ട് ഇല്ലാതായിത്തീരുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ലഭിക്കുന്ന കിരീടം എന്ന് പറഞ്ഞാൽ, ബൈബിളിന്റെ ഭാഷയെ പറഞ്ഞാൽ, ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. അതാണ് നമ്മുടെ ഈ ലോകത്തിലെ ഓട്ടം. ഞൊടി നേരമേ ഉള്ളൂ, ലഘുവായ കഷ്ടം. ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് ലഭിക്കുന്ന കിരീടം, എ ക്രൗൺ ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ എവർ. ഒരിക്കലും വാടാത്ത കിരീടമാണ് ദൈവം നമുക്ക് നൽകാനായിട്ട് പോകുന്നത്. ഈ കർത്താവിന്റെ വരവിൽ പ്രത്യാശ വെച്ച് ഈ ക്രിസ്തീയ ജീവിതം സീരിയസ് ആയി ഓടണം എന്നുള്ള താല്പര്യത്തിൽ നാം ഓടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഈ വാടുന്ന കിരീടമല്ല, ഈ വാടാത്ത കിരീടം നമുക്ക് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. വളരെ സന്തോഷം തോന്നി ആ ഒരു വാക്യം ചിന്തിച്ചപ്പോൾ, പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരു വാക്യമാണെങ്കിലും കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, പിന്നെയും കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നോട്ടം, നമ്മുടെ ലക്ഷ്യം ആ വാടാത്ത കിരീടമായിട്ട് മാറട്ടെ. ഈ ലോകത്തിൽ കാണുന്ന പലതും വാടിപ്പോകും. ഈ ലോകത്തിൽ ലഭിക്കുന്നത് പലതും കുറച്ച് കഴിയുമ്പോൾ, അതിൻ്റെ ടൈം പീരീഡൊക്കെ കഴിയുമ്പോൾ അത് നഷ്ടപ്പെടും. ഈ ലോകത്ത് തരുന്ന കിരീടങ്ങളൊക്കെ അതിനെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എടുത്ത് കളയാനേ ഉള്ളത്തുള്ളൂ. എന്നാൽ വാടാത്ത കിരീടം നൽകുന്ന ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ്
ദൈവമക്കളെ നിങ്ങൾ ഓരോരുത്തരും പ്രാപിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയാണ്, നിങ്ങളുടെ ഓട്ടം 26-25 തൊട്ട് വായിച്ചു. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഇത്രയും അംഗം പൊരുതുന്നവനൊക്കെ സകലത്തിലും വർജനം ആചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡിന്റെ ക്രമീകരണങ്ങൾ, അവരുടെ എക്സസൈസിന്റെ ക്രമീകരണങ്ങൾ, അവർ എണ്ണീക്കുന്ന സമയം, ഈ കാര്യങ്ങളെല്ലാം വർജനം ആചരിച്ച് ഇതിനകത്തെല്ലാം ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നയിച്ചതിന് ശേഷമാണ് ഈ ലോകത്തിലുള്ള വാടുന്ന കിരീടം പ്രാപിക്കുന്നതെങ്കിൽ ദൈവമക്കളെ നമ്മൾ എത്രമാത്രം ഈ ഡിസിപ്ലിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ എത്രത്തോളം നമ്മൾ അങ്ങനെ ഡിസിപ്ലിൻ ചെയ്ത് നമ്മുടെ ജീവിതം വളരെ തീഷ്ണതയോടുകൂടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാടാത്ത കിരീടമാണ്. അതുകൊണ്ട് ആകയാൽ 26-ാമത്തെ വാക്യത്തിൽ വായിച്ചു. 26-ാമത്തെ വാക്യം. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. നിശ്ചയമില്ലാതെ അല്ല. അപ്പൊ ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കൊരു ആത്മീയ ജീവിതത്തിൽ ഒരു നിശ്ചയം വേണം. ആത്മീയ ജീവിതത്തിൽ ഒരു നിശ്ചയം വേണം. ഈ നിശ്ചയമില്ലെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. ഈ ഓട്ടത്തിൽ നമുക്ക് കയറാനായിട്ട് കഴിയത്തില്ല. അപ്പൊ എന്താണ് ഈ ഒരു നിശ്ചയം? ഇപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ അവർക്കറിയാം അവരെവിടെ എത്തണം. അവർക്കൊരു ഗോളുണ്ട്. ആ ഗോൾ അനുസരിച്ചാണ് പിന്നെ അവര് കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നതും പഠിക്കുന്നതും എഫർട്ട് ഇടുന്നതും എല്ലാം ആ ഒരു ഗോളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആ കാര്യത്തിൽ ഒരു നിശ്ചയമുണ്ട്. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കും ഒരു നിശ്ചയമുണ്ട്. 5 വർഷം കഴിയുമ്പോൾ ഇന്ന പൊസിഷനിൽ ചെല്ലണം, ഇന്ന ഉയർച്ച പ്രാപിക്കണം എന്നുള്ള എല്ലാ കാര്യത്തിലും നിശ്ചയമുണ്ട്. പക്ഷെ ഈ ആത്മീയ കാര്യത്തിൽ വരുമ്പോൾ പലപ്പോഴും നമുക്കൊരു നിശ്ചയവും ഇല്ല. അടുത്ത 5 വർഷം കഴിഞ്ഞപ്പോൾ എവിടെ ചെല്ലണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി, അല്ലെങ്കിൽ ഈ വർഷത്തേക്കാൾ അടുത്ത വർഷം എന്തൊക്കെ കാര്യത്തിൽ ക്രമീകരണം വരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കാര്യത്തിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാ കേട്ടോ. അങ്ങനൊരു നിശ്ചയം നമ്മുടെ അകത്തുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കണം. കാര്യം ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. അല്ല, വ്യത്യസ്തമായ ചലഞ്ചസിലൂടെ അവരെ കടന്നു പോകുന്നത്. ഇന്ന ചലഞ്ചസ് ഒക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്, അല്ലെ ഇന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇന്നും ഒരു ക്രമീകരണം വന്നിട്ടില്ല. എന്നാൽ ഞാൻ ഈ ഗ്രാജുവലി അല്ലെങ്കിൽ ഈ മാസം അല്ലെ അടുത്ത മാസം അല്ലെങ്കിൽ ഈ വർഷം കഴിയുമ്പോൾ ഇന്ന വിഷയത്തിൻ്റെ മേൽ എനിക്കൊരു ഒരു ജയം വേണം, അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൻ്റെ മേൽ ഒരു ക്രമീകരണം വേണം. അല്ലെ കഴിഞ്ഞ വർഷം പോലെ ആയിരിക്കത്തില്ല ഈ വർഷം. എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യത്തിൽ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ വഞ്ചിക്കാതെ നമ്മുടെ പേഴ്സണൽ ലൈഫും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മീയ ജീവിതത്തിൽ നിശ്ചയം എന്ന് പറഞ്ഞാൽ ഇന്ന് പാസ്റ്ററാണ് നാളെ ബിഷപ്പാകും എന്നുള്ളതല്ല. ആത്മീയ കാര്യത്തിൽ നമുക്ക് നിശ്ചയം വേണമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു എന്ന തലയോളം വളരാൻ വേണ്ടിയിട്ടാണ് ആത്മീയ ജീവിതത്തിൽ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അത് പാസ്റ്റർ ആയാലും ശുശ്രൂഷകരാണെങ്കിലും ഇന്നലെ വന്നവരാണെങ്കിലും നാളെ വരാനിരിക്കുന്നവരാണെങ്കിലും എല്ലാവരുടെയും ഡെസ്റ്റിനേഷൻ ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ്. ഓരോ ദിവസവും നാം ക്രിസ്തുവിനോട് എത്രത്തോളം അടുക്കുന്നു, ആ ആത്മീയ കാര്യത്തിൽ എത്രത്തോളം വളരുന്നു എന്നുള്ളതാണ് പൗലോസ് ഇവിടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ചലഞ്ച്. അതാ പൗലോസ് ഞാൻ പിടിച്ചു എന്നല്ല, പിടിക്കാം എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് പൗലോസിന്റെ ഭാഷയിൽ തന്നെ തൻ്റെ സാക്ഷ്യം നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുമല്ലോ. 27-ാമത്തെ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവരായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. എത്ര വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. പൗലോസിനെ പോലെ ഇത്രയും ശക്തനായ ഒരു ദൈവദാസൻ പറയുകയാണ്,
മറ്റുള്ളവർക്ക് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാനുള്ള സാധ്യത തള്ളിക്കാൻ കഴിയത്തില്ല. വളരെ ശക്തമായിട്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും ഞാൻ തന്നെ എൻ്റെ ശരീരത്തെ അടിമയാക്കി, എൻ്റെ ചിന്തകളെ അടിമയാക്കി ദൈവസന്നിധിയിൽ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം എന്തെങ്കിലും ആയി എന്ന് ചിന്തിച്ചാൽ വീഴാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം അത് തന്നെയാണ് ചിന്തിച്ചത്. കൊരിന്ത്യ സഭയോട് പൗലോസിന് പറയാനുള്ള അതാണ്, പുതിയ നിയമസഭയോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളതും അത് തന്നെയാണ്. നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ 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 കെയർഫുള്ളായിട്ട് നാം മുന്നോട്ട് നയിക്കണം. റിവൈവലിൻ്റെ കാര്യമൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും, പക്ഷേ റിവൈവൽ ഒരിക്കലും നമ്മുടെ ക്രിസ്തീയ ലൈഫിനെ, ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമില്ല. എത്ര റിവൈവലിസ്റ്റ് ആണെങ്കിലും നിന്റെ ജീവിതം പോയാൽ കുഞ്ഞെ, ഹല്ലേലൂയ, ഒരു പ്രയോജനവുമില്ല. ആ ഒരു കാര്യം നീ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എത്രത്തോളം നാം കെയർഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഓട്ടത്തിൽ ഡിസ്ക്വാളിഫൈഡ് ആയി പോകരുത്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം ആ ബിരുദ പ്രാപിക്കുവാൻ, ഒരാൾക്കേ അത് പ്രാപിക്കുവാനായിട്ട് കഴിയുമെങ്കിൽ അത്ര സീരിയസ്നെസ്സോടുകൂടെ ഓടുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, സംസാരങ്ങൾ എല്ലാത്തിലും ഈ ദിവസങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ, വലിയ ജയങ്ങൾ സംഭവിക്കട്ടെ. നമ്മളെ വിളിച്ച് ആ വിളിച്ചൊത്തവണ്ണം ഉയരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പൗലോസിന്റെ ഈ പറഞ്ഞ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാക്ടിക്കൽ സൈഡിൽ കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. ഈ വചനങ്ങളാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.